എവിടെയെല്ലാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഉയർന്നത് നിരാശയുടെ കഥകളല്ല, അവിടെയെല്ലാം പ്രതീക്ഷയുടെ പുത്തൻ ഉണർവുകളാണ് സംഭവിച്ചിട്ടുള്ളത്. മുറിവേറ്റ മൃഗത്തിന് 3-4 ഇരട്ടിയ ശക്തിയുള്ളെങ്കിൽ മുറിവേറ്റ മനസ്സിൽ നിന്ന് ഉയരുന്ന വിലാപ സ്വരത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമുണ്ട്, അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അത് മറക്കരുത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 12ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അനേകായിരങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ എല്ലാം ഇരുന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപോലെ പ്രാർത്ഥന ഉയരുന്ന ഒരു മണിക്കൂറിലും മിനിറ്റിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ മറ്റെന്തെങ്കിലും കേൾക്കുന്ന ഒരു ലാഘവത്തോടെ അല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി, എന്ത് കാര്യവും പ്രാർത്ഥിച്ചൊരുങ്ങി അതിനെ സ്വീകരിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, ഇപ്പോഴത്തെ നിങ്ങളുടെ ഭവനം കടന്നു പോകുന്ന ആ സാഹചര്യം, അത് അനുഗ്രഹമുള്ളൊരു സാഹചര്യമോ സന്തോഷമുള്ളൊരു സാഹചര്യമോ അതോ ദുഃഖമുള്ളൊരു സാഹചര്യമോ, എല്ലാം കൊണ്ടും കലങ്ങി മറിഞ്ഞു കിടക്കുന്ന, കലക്കവെള്ളം പോലെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനമാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവനെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെടുക്കുന്ന എന്തേലും കേട്ട് എന്തേലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ് പാളിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ ഒരു സ്വരമാണേലും ഞാൻ പറയുന്നത് മുഴുവൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വചനം നിങ്ങളോട് സംസാരിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളെപ്പോലും മായ്ച്ചു കളയും. ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 12ാമത്തെ ദിവസമാണ്. ഇന്നലെ നമുക്ക് ലഭിച്ചതിനേക്കാൾ അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് വരേണ്ടത്. ഇന്നലെ കിട്ടിയതിനേക്കാൾ ഒരു പടി കൂടിയുള്ള ഒരു അഭിഷേകവും നന്മയും ബോധ്യവും നിലപാടുകളുമാണ് ഈ 12ാമത്തെ ദിവസം നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ ഒരു പടി താഴേക്കല്ല നമ്മൾ ഇപ്പോൾ വളരുന്നത്, നമ്മൾ വളരുന്നത് ഒരു പടി മുകളിലേക്കാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാൻ പോവുകയാണ്. ഏത് വിഷയമൊക്കെയാണോ നിയോഗമായി സമർപ്പിച്ചിട്ടുള്ളത്, ആ വിഷയത്തിൽ ദൈവം ഇടപെടും, ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് സത്യമാണ്. എവിടെയെല്ലാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഉയർന്നത് നിരാശയുടെ കഥകളല്ല, അവിടെയെല്ലാം പ്രതീക്ഷയുടെ പുത്തൻ ഉണർവുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ നിമിഷങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരെയും, പ്രിയപ്പെട്ടവരെയും, ബന്ധുമിത്രാദികളെയും എല്ലാം ഒന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഈ ഒരു ശുശ്രൂഷ പല സാഹചര്യത്തിലിരുന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടതാണേലും വീണ്ടും അത് കേൾക്കാൻ കൊതിക്കുന്ന ലക്ഷോപലക്ഷം മനസ്സുകളുണ്ട്. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര പ്രാവശ്യം കേട്ടാലും വീണ്ടും ആ വചനം എന്നോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിനു മുമ്പ് 1000 പേര് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇത് 1001ാമത്തെ പ്രാവശ്യമായിരിക്കും കേൾക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ദൈവസ്വരം അതിനകത്ത് നിന്ന് കേൾക്കാൻ പറ്റും. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഉത്തരം തരാനുള്ള കഴിവുള്ള ഒരു ഭാഗമാണ് കണ്ണുനീര്. എവിടെയേലും വീഴുന്ന കണ്ണുനീരിനെ കുറിച്ചല്ല,
ദൈവസന്നിധിയിൽ വീഴുന്ന കണ്ണുനീരിനെക്കുറിച്ച്. ദൈവസന്നിധിയിൽ വീഴുന്ന കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമുണ്ട്. ആ കണ്ണുനീരിൽ നല്ല പുഷ്പങ്ങളൊക്കെ വിരിയും ഒരു കാലത്ത്, ഇന്നല്ലെങ്കിൽ നാളെ. കണ്ണുനീരിൽ വിരിയുന്ന പുഷ്പങ്ങൾ, അങ്ങനെ ചില പുസ്തകങ്ങൾ വരെയുണ്ട്. കണ്ണുനീരിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന, കണ്ണുനീരിൽ പൂക്കൾ വിരിയും, അനുഗ്രഹങ്ങൾ വിരിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിൻ്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് ശേഖരിച്ച് വച്ചിട്ടുണ്ട്. കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ ആരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ? നിങ്ങളോടാണ് ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നത്. ഈ വചനം കേവലം ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ സ്വരമായി കേൾക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും തലമുറയിലും സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇന്നലെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ബൈബിൾ എടുക്കുക, അത് തുറന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കുക, ഒരു പേനയും ഡയറിയും എടുക്കുക. ഈ വചനം ഒന്ന് എഴുതി വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളോട് വ്യക്തിപരമായി പറയണം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. വചനം ഒരു വിത്താണ്, അത് വളരും. അത് നിങ്ങളെന്ന വ്യക്തി ജീവിതം തഴച്ചു വളരാൻ ഈ വചനം സഹായിക്കും നിങ്ങളെ. ആ വചനം ഒന്ന് വായിക്കുകയാണ്. യെശയ്യാ 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയില്ല. ദൈവത്തിൻ്റെ വാക്കാണ്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയില്ല. അടുത്ത വാക്യം, നിന്റെ വിലാപസ്വരം കേട്ട്, നിന്റെ സാധാരണ സ്വരം കേട്ടെന്നല്ല, നിന്റെ അകത്തെ ദുഃഖമുള്ള മനസ്സിൻ്റെ സ്വരം കേട്ട്, വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. നമ്മുടെ വിലാപസ്വരം കേട്ട് നാട്ടുകാരും കുടുംബക്കാരൊക്കെ നമ്മളോട് കാണിക്കുന്ന സഹതാപമാണ്. ദൈവം എൻ്റെ വിലാപസ്വരം കേട്ട് എന്നോട് കാണിക്കുന്നത് സഹതാപമല്ല. സഹതാപം എന്നോട് കാണിക്കുന്ന 100 പേരെൻ്റെ ചുറ്റുമുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കി, നിങ്ങളുടെ അവസ്ഥ കണ്ട് സഹതാപം പ്രകടിപ്പിച്ച അയൽവാസികളുണ്ട്, ബന്ധുക്കളുണ്ട്, ഫോൺ വിളിച്ചു പറഞ്ഞവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്. സഹതാപം. പക്ഷേ ഇതാ, നിൻ്റെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല, കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരുളും. ഇത് നിനക്കായി ദൈവം അരുളി ചെയ്ത വചനമാണ്. നിന്റെ കുടുംബത്തോട് ദൈവം അരുളി ചെയ്ത വചനമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. ഒരാളുടെ ശരീരത്തൊരു വാൾ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, ജീവൻ പോകുന്ന വേദനയുള്ള ഒരു ഭാഗമാണ്, വേദനയുള്ള ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. ഒത്തിരി പേരും ഇതുപോലുള്ള അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. മനസ്സിലൂടെ ഹൃദയത്തിലൊരു വാൾ ഇരിക്കുന്ന അവസ്ഥ, കുത്തിക്കേറിയിരിക്കുന്ന ഒരു വാളിനെ പോലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങളും എല്ലാം കൊണ്ട് ഹൃദയത്തിനകത്ത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം, ഹൃദയത്തിലൊരു വാൾ കടന്ന പോലെ ഒരു അനുഭവം ഉള്ളവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം നൽകും. ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ണുനീരിന് ഏതൊരു മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. കണ്ണുനീരിന്, അതും ദൈവസന്നിധിയിൽ വീഴ്ത്തുന്ന അല്ലെങ്കിൽ പൊഴിയുന്ന കണ്ണുനീരാണ്. അങ്ങനെ ഒരു കണ്ണുനീരിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീര് ആരെ ഓർത്താണോ കരഞ്ഞത്, എന്തിനെ ഓർത്താണോ കരഞ്ഞത്, അത് നിങ്ങൾക്കൊരനുഗ്രഹമായി മാറും. ആരെ ഓർത്താണോ കരഞ്ഞത്, എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞത്, എവിടെയെങ്കിലും കരഞ്ഞ കാര്യമല്ല കേട്ടോ. പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ സംഭവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു വിഷയത്തിൻ്റെ വേദനയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാമുറിയിൽ ഇരുന്ന് കരയുന്ന കണ്ണുനീരിന് അത്ഭുതം കൊണ്ടുവരാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു ആയുധമാണ് കണ്ണുനീര്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും. ആ വാക്യം കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. എന്നെ കേൾക്കുന്നു, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്ത് 37-ാം അധ്യായം എടുത്ത്
നിങ്ങളതിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ചിത്രകഥയിൽ എന്ന പോലെ സംഭവങ്ങളെല്ലാം മനസ്സിലാകും. ജോസഫ് ആരായിരുന്നു, എന്ത് സംഭവിച്ചു, എന്താണ് അനുഭവം, അത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപക്ഷെ അറിയാവുന്നൊരു ഭാഗമാണ്. എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്കത് തുടങ്ങുമ്പോഴേ അടുത്ത താളിലേക്ക് മറിക്കും. കാരണം ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ കേട്ടിട്ട്, ഇതൊക്കെ എനിക്കറിയാമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനകത്ത് ചില മർമ്മങ്ങളുണ്ട്, ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദൈവസ്വരമുണ്ട് അതിനകത്ത്. ആ വാക്യത്തിലേക്ക് വരും. ജോസഫ് എന്ന വ്യക്തി, അപ്പൻ ജോസഫിനോട് പറഞ്ഞ് സഹോദരന്മാരൊക്കെ ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ്, കുറച്ചു നേരമായിട്ട് അവരെ കാണണമെന്നില്ല, നീ പോയി അവർക്ക് ക്ഷേമമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നു. ജോസഫ് എന്ന വ്യക്തി മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് അങ്ങ് ചെല്ലുമ്പോൾ ദൂരെ വച്ച് തന്നെ തൻ്റെ സഹോദരന്മാർ കണ്ടപ്പോൾ അഭിപ്രായം എന്നാ പറഞ്ഞെന്നറിയാമോ? നമുക്കിവനെ കൊന്നു കുഴിയിലെറിയാമെന്നാണ് പറഞ്ഞു. ഒരേ ചോരയുള്ളവർ, ഒരേ ചോരയിൽപ്പെട്ടവർ, കൂടപ്പിറപ്പ്, സ്വന്തം സഹോദരന്മാർ അന്നേരെ അവനെ എങ്ങനെ നശിപ്പിക്കണമെന്നാണ് ചിന്തിച്ചത്. കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിനെ അവർ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അതിനുശേഷം അവൻ്റെ വസ്ത്രം വലിച്ച് കീറിയെടുത്ത്, അതാണ് 37 അധ്യായത്തിൻ്റെ 29 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പിടികിട്ടും. കുഴിയിലിട്ടു. കുഴിയിലിട്ടതിന് ശേഷം അവനെ വീണ്ടും കയറ്റി അവൻ്റെ വസ്ത്രം വലിച്ചു കീറി. അതിനുശേഷം അവരൊരു ആടിനെ കൊന്നു. ആടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ ഈ വസ്ത്രം മുക്കി അപ്പൻ്റെ അടുത്തേക്ക് വളരെ പ്ലാൻഡായിട്ട് ഇവർ പോവുകയാണ്. ഇവർ നോക്കണം എത്രമാത്രം അന്നത്തെ കാലത്ത് എത്ര വക്രബുദ്ധിയോടെ ഒരാളെ തകർക്കാൻ വേണ്ടി എടുക്കുന്ന ചില നുണക്കഥകളൊക്കെ നെയ്തെടുത്തിട്ട് ഇവർ പറയുകയാണ്, നിൻ്റെ മകനെ ജോസഫിനെ കാണാനില്ല, അവനെ ഏതോ കാട്ടുമൃഗം, വന്യമൃഗം വലിച്ചു കീറിക്കാണും, അവൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി, അപ്പാ ഇത് നോക്കിക്കേ, ഇവൻ്റെ വസ്ത്രം തന്നെയാണോ നോക്കിക്കേ. അപ്പൻ ഈ വസ്ത്രം മേടിക്കുന്നു. അതിനുശേഷം ഒരു വലിയൊരു കരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ ഒന്ന് കരയുന്നുണ്ട് ആ മനുഷ്യൻ. ആ കരച്ചിലിന് ഞാനിടുന്ന പേര് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായി ഞാനതിനെ കാണുകയാണ്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച്, ഇത് വായിച്ചപ്പോൾ എഴുതി വെച്ച്, അത് കേവലം ഒരു മരണം നടന്നതിൻ്റെ പേരിലുള്ള കരച്ചിലായിട്ടല്ല എനിക്ക് തോന്നിയത്. ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചൊരു ഭക്തനെ പോലെ എനിക്ക് തോന്നി. ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ച് കേൾപ്പിക്കാം. 37 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തു ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി, കൈ നീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് അങ്ങയുടെ മകൻ്റെ ആണോ അല്ലയോ എന്ന് നോക്കുക. 33 വാക്യം. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു, ജോസഫിനെ അത് കടിച്ചു കീറി കാണും. യാക്കോബ് അപ്പൻ തൻ്റെ സ്വന്തം വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. ആദ്യം വായിച്ച വാക്യം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലേ? നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അതേ വിലാപം എന്ന വാക്ക് ജോസഫിൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് വിലപിച്ചു. കുറേ നാളിരുന്ന് ഈ മനുഷ്യൻ ഈ വസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. ജോസഫ് ആരെ ഓർത്താണോ ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത്, കരഞ്ഞത്, അത് വെറുതെ ആയില്ല. ആരെ ഓർത്താണോ ദൈവസന്നിധി. എന്നിട്ട് ഈ അപ്പൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ മകനെ കാണാൻ പാതാളത്തിലേക്ക് പോകും, ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടുമുട്ടും, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അപ്പനെ നമുക്കവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതേലും ഒരു വിഷയത്തെ ഇതുപോലെ ഈ ജോസഫിൻ്റെ അപ്പൻ കരഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരാളാണോ, ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും നാളെ ഒരു സമയത്ത്. കാരണം നിങ്ങൾ എന്തിനെ ഓർത്താണോ ഇന്ന് കരയുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്, അത് ദൈവം കേട്ട് കരുണ കാണിക്കും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് സഹതാപം കാണിക്കുമെന്നല്ല, നിന്നോട് കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ 12-ാമത്തെ ദിവസം ദൈവം നിങ്ങളോട് വലിയൊരു കരുണ കാണിക്കുന്ന ദിവസമാകട്ടെ. ഈ അപ്പൻ ഇതുപോലെ ഇരുന്ന് കരഞ്ഞു. അടുത്ത വാക്യം 35 വാക്യം. അവൻ്റെ പുത്രന്മാരോ പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. നിങ്ങളോർക്കൊരാളുടെ മനുഷ്യൻ്റെ ദുഃഖം, അവൻ്റെ ആ അപ്പൻ്റെ മക്കൾ എല്ലാവരും കൂടെ വന്ന് സാരയില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും
ഈ അപ്പനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്ര ഭീകരമായൊരു ദുഃഖത്തിലിരുന്ന് കരഞ്ഞു. ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത് തൻ്റെ ഒരു മകനെ ഓർത്താണ്. നിങ്ങൾക്ക് ഞാൻ ഇനി പ്രസംഗിക്കാതെ തന്നെ അറിയാം, ആ മകൻ നഷ്ടപ്പെട്ടു പോയോ? ആ മകൻ പട്ടുപോയോ? ആ മകൻ എവിടെയെങ്കിലും പെട്ടുപോയോ? എവിടെയും പെട്ടുപോയില്ല, എവിടെയും പട്ടുപോയില്ല, എവിടെയും നശിച്ചു പോയില്ല. ഈ അപ്പൻ ഇത്രയും ദൈവസന്നിധിയിൽ, ഞാൻ ആ കരച്ചിലിനെ കാണുന്നത് ഒരു ഭക്തൻ ദൈവസന്നിധി ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിൽ പറയാം, ആ ഒരു ദൈവസന്നിധിയിൽ ഇരുന്നുള്ള ഒരു കരച്ചിലായിട്ട് അതിനെ കാണുകയാണ്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ നിലവിളി. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, കാട്ടിലെ മൃഗങ്ങൾക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് ചോദിച്ചാൽ സിംഹത്തിനോ ആനയ്ക്കോ അല്ലെന്നാണ് പറയുന്നത്. പിന്നെയോ മുറിവേറ്റ മൃഗത്തിനാണ്. മുറിവേറ്റിട്ട് അത് വീണു പോകാത്ത, നല്ല ശരീരത്തിന് നല്ല മുറിവുള്ള മൃഗത്തിന് 3 ഇരട്ടി ശക്തിയായിരിക്കും, 4 ഇരട്ടി ശക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. മുറിവേറ്റ മൃഗം എപ്പോഴും അപകടകാരിയാണ്. അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തോട് ബന്ധമുള്ളൊരു ഭക്തൻ പറയുകയാണ്, മനസ്സിൽ മുറിവുള്ളവൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിൽ 1000 ഇരട്ടി ശക്തിയാണ്. മുറിവേറ്റ മൃഗത്തിന് 3-4 ഇരട്ടിയെ ശക്തിയുള്ളെങ്കിൽ മുറിവേറ്റ മനസ്സിൽ നിന്ന് ഉയരുന്ന വിലാപ സ്വരത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണ്. നിങ്ങളും മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരാണോ, വേദനിക്കുന്നവരാണോ? നിങ്ങളും ഈ അപ്പനെ പോലെ, ഈ ഒരു പിതാവിനെ പോലെ പലരും ആശ്വസിപ്പിക്കാൻ നോക്കി, പലരും സാരമില്ലെന്ന് പറഞ്ഞു, പലരും ശരിയാകും, സാരമില്ല, റെഡിയാകും, നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറാത്തൊരു നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്കൊട്ടും കുറവ് വരാത്ത രീതിയിൽ നിങ്ങൾ അത്രമേൽ സങ്കടത്തിലിരിക്കുന്ന ഒരാളാണോ, വിഷമത്തിലിരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കൽ സന്തോഷിക്കാൻ ഇടവരും. നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനെ ഓർത്ത, ജോസഫിനെ ഓർത്താണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ചിലർ പറയും എനിക്കെൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അല്ല കരയേണ്ടത്, ദൈവസന്നിധിയിലേക്ക് വാ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറ്. നിങ്ങളോടുള്ള ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട ജീവിതത്തെ കൊടുത്ത് കരയുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങളുടെ മക്കളെയാണോ? നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനാണ്. അപ്പോഴാ മകന് വേണ്ടിയുള്ള ആ ഒരു വിലാപമാണ് ഇവിടെ അനുഗ്രഹമായി മാറാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു കണ്ണുനീരിൽ കണ്ണുനീരിൽ വിരിഞ്ഞൊരു പൂക്കൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ജോസഫ് തീർന്നുവെന്ന് പറഞ്ഞ സ്ഥലമാണ്, പക്ഷേ ആ മകൻ തീരുകയല്ല ചെയ്തത്. ആ കണ്ണുനീരിൽ വളർന്ന് ഈജിപ്തിലത് ഒരു വലിയ പുഷ്പമായി അതങ്ങ് വിരിഞ്ഞ് ഒരു രാജാവായി, ഒരു ഭരണാധികാരിയായി ഈ മനുഷ്യൻ മാറി. കണ്ണുനീരിൽ വിരിഞ്ഞൊരു പുഷ്പമാണ് ഈ കണ്ണുനീര്. ഈജിപ്തിലൊരു പുഷ്പമായത് വിരിഞ്ഞ്, ഒരു പൂവായത് വിരിഞ്ഞ്. ശ്രദ്ധിച്ചു കേട്ടേ, ഈ അപ്പൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് കരഞ്ഞതുപോലെ നിങ്ങളും ഈ ശാലോൺ TV-യിലൂടെ ദൈവത്തിൻ്റെ വചനമല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ കഥയോ എൻ്റെ ഒരു എക്സ്പീരിയൻസോ ഞാൻ വായിച്ച പുസ്തകത്തിലെ കഥയോ അല്ല പറയുന്നത്. നിങ്ങളുടെ തന്നെ വേദപുസ്തകത്തിലും ബൈബിളിലുമുള്ള അതേ കാര്യമാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കൂടുതൽ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ വാക്കുകൾ കൂടുതലായിട്ട് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനിരുന്ന് ഇങ്ങനെ അങ്ങ് കരയുകയാണ്. വല്ലാതിരുന്ന് കരയുമ്പോൾ അത് നഷ്ടമായില്ല എന്ന് വ്യക്തമാണ്. അതൊരിക്കലും പരാജയപ്പെട്ടില്ല. അതൊരിക്കലും, അതായത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എന്തിനെ ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്തിനെ ഓർത്ത് കരയുന്ന ആളാണേലും. നഷ്ടപ്പെട്ട ചിലർ പറയും എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ശപിച്ചും പ്രാഗിയും ഭ്രാന്തനെ പോലെ നാട് നീളെ നടക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വാ. ദൈവസന്നിധിയിലിരുന്ന് ഇതുപോലൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് 45-ാമത്തെ അധ്യായം എടുത്തു വായിക്കുമ്പോൾ 45-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ജോസഫ് തകർന്ന് തരിപ്പണമായി എന്നല്ല എഴുതിയിട്ടുള്ളത്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് ആ മനുഷ്യൻ തകർന്നൊന്നുമല്ല. ആരെ ഓർത്താണോ കരഞ്ഞത് ആ വ്യക്തി അനുഗ്രഹമുള്ളൊരു നിലയിലെത്തിക്കഴിഞ്ഞു. അത്ഭുതമായി മാറി. ഒരിക്കലും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഈ മനുഷ്യനെത്തി. കണ്ണുനീരിൽ അത്ഭുതകരമായ ഉത്തരവുണ്ട്, കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് അവനെ ഓർത്ത് പിന്നീട് 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. ഇതിനുശേഷം ഭയങ്കരമായൊരു സംഭവമുണ്ട്. ഈ ജോസഫ് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞ് കൊട്ടാരത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ വരെ ജോസഫ് എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ കരയുന്നതെന്ന് അറിയാൻ വേണ്ടി അയൽവാസികൾ ഓടിക്കൂടി.
എന്താ ഇവിടുന്ന് ഒത്തിരി കരച്ചിൽ കേട്ടല്ലോ? അത് ജോസഫ് എപ്പോഴാണ് കരഞ്ഞെന്നറിയാമോ? കുഴിയിൽ കിടന്നുകൊണ്ടല്ല. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഒരു ഭരണാധികാരിയുടെ ഒരു ഇരിപ്പിടത്തിൽ, ഒരു കസേരയിൽ ഇരുത്തിയപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി. തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലുള്ള അകത്തെ മുറികളിൽ പോലും ജോസഫിൻ്റെ കരച്ചിൽ കേട്ടുവത്രേ. അപ്പോൾ അവർ ഓടി വന്നു, എന്താണോ ഇത്രയും ഉച്ചത്തിൽ കരയാൻ കാരണമെന്ന്. ഈ 45 അധ്യായം വായിക്കുമ്പോൾ അത് പിടികിട്ടും. 45 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. തൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. അവിടെ ഉള്ളവരല്ല, എവിടെ? ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും, അവരുടെ വീടുകളും കൊട്ടാരമൊക്കെ അപ്പുറത്താണ്. അവർ പോലും കേട്ടു ഈ കരച്ചിലിൻ്റെ ഒച്ച. എന്തിനാ ഇത് കരഞ്ഞെന്നറിയാമോ? ഇത് വസ്ത്രം ഊരി പൊട്ടക്കിണറ്റി കിടത്തപ്പം ജോസഫ് കരഞ്ഞപ്പം ഇത്രയും കരഞ്ഞില്ല. ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കണ്ണുനീര്, അപ്പൻ്റെ കണ്ണുനീര് നോക്കൂ, അത് ഏത് നിലയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന്. നിങ്ങളെ ആരെ ഓർത്താണോ, എന്തിനെ ഓർത്താണോ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്നത്, കരയുന്നത്, അതൊരു അത്ഭുതമായി മാറും. നിങ്ങളൊരു നിയോഗം ശാലോം ടി വിയിലേക്കൊക്കെ എഴുതി കൊടുത്ത് ഞങ്ങളുടെ ഈ നിയോഗത്തിന് വേണ്ടിയായി 33 ദിവസം പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിയോഗത്തോടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും. നിങ്ങളുടെ കണ്ണുനീരിന് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമുണ്ട്, അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അത് മറക്കരുത്. ജോസഫ് എവിടെ എത്തി? ജോസഫ് മരിച്ചു പോയപ്പോൾ അപ്പം മരിച്ചുപോയി എന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ അവനെ പാതാളത്തിൽ പോയി കാണുമെന്ന്. 45 അധ്യായത്തിൽ വായിച്ചു നിൽക്കുമ്പം ആരെ ഓർത്താണോ കരഞ്ഞത്? അവനെ പാതാളത്തിൽ വച്ചല്ല കണ്ടത്, അവനെ ഭരണാധികാരിയുടെ കസേരയിലിരിക്കുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലയിലാണ് കണ്ടത്. അപ്പോഴാണ് ഈ അപ്പൻ അത്ഭുതപ്പെട്ടത്. അപ്പോൾ ഈ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതോർത്തോ, എനിക്കിങ്ങനെ സംഭവിച്ചോർത്തോ വിഷമിക്കേണ്ട, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്, ദൈവമാണ് ഇങ്ങനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, ഈ 12-ാമത്തെ ദിവസം നിങ്ങളുടെ കണ്ണുനീരിന്, ദൈവസന്നിധിയിൽ വിലപിക്കുന്ന വിലാപങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അതിശയിപ്പിക്കുന്ന പ്രതിഫലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. ഈ കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം കരുണ കാണിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരു കരുണ വെളിപ്പെടുത്തട്ടെ, അത്ഭുതങ്ങളെ ദൈവം വെളിപ്പെടുത്തട്ടെ, അടയാളങ്ങൾ ദൈവം സംഭവിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല, നിങ്ങളുടെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ജോസഫിൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ വിലപിച്ചു. അതിനെ ഞാനൊരു പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. ആ കരച്ചിലിനെ കേവലം ഒരു കണ്ണുനീരോ കരച്ചിലോ ആയിട്ടല്ല, ദൈവസന്നിധിയിൽ കരഞ്ഞൊരു കരച്ചിലായിട്ട് അതിനെ കാണുന്നു. ആ കരച്ചിൽ കൊണ്ട് ആരെ ഓർത്താണോ ഈ പിതാവ് കരഞ്ഞത്, ആരെ ഓർത്താണോ വിലപിച്ചത്, ആ മനുഷ്യൻ എവിടെയും നശിച്ചു പോയില്ല, പട്ടുപോയില്ല, പെട്ടുപോയില്ല. അവൻ വളരുകയാണ് ചെയ്തത്. വളർന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ദൈവം അവനെ അങ്ങ് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആരെ ഓർത്താണോ കരഞ്ഞത്, പിന്നീട് അതിശയിപ്പിക്കുന്ന നിലയിലെത്തി. നിങ്ങൾ ഇന്ന് എന്തിനെ ഓർത്താണോ കരയുന്നത്? എവിടെയെങ്കിലും കരയരുത്, എല്ലാവരുടെയും മുമ്പിലും കരയരുത്, ആരോടും എല്ലാം വിളിച്ചു പറയണ്ട. ദൈവസന്നിധിയിൽ നിങ്ങൾ വിലപിക്കുക. ദൈവസന്നിധിയിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കരയുക, പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ അവസ്ഥ പറയുക, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവസന്നിധിയിൽ പൊഴിക്കുക. അത് അത്ഭുതമായി മാറും. അതിലൂടെ ചില അനുഗ്രഹമുള്ള പുഷ്പങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും, വിരിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ 12-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം അറിയുന്നു. ആരുടെ മുമ്പിലും കരഞ്ഞിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ കരയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ 1000 വട്ടം കരയുന്നുണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയായിരിക്കാം.
ആകെ തകിടം മറിഞ്ഞൊരവസ്ഥയായിരിക്കാം. പുറമേ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലാണ് താങ്കളെന്ന് 1000 ആൾക്കാരും ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കും. നിങ്ങളുടെ കണ്ണുനീരിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചെതറി നിന്നിട്ടല്ല. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കണ്ണുകളെ അടച്ച് തുടർന്നുള്ള ആരാധനയിലേക്കൊന്ന് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യെശയ്യാ 30-19 വാക്യം, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, നീ ഇനിമേൽ കരയത്തില്ല. നിന്റെ കരച്ചിലൊക്കെ മാറും. നിന്റെ വിലാപസ്വരം ദൈവം കേട്ട് കരുണ കാണിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അതിശയകരമായ രീതിയിൽ വളർത്തട്ടെ. വേദനിച്ച അല്ലെങ്കിൽ മുറിവേറ്റ മൃഗത്തിന് 4 ഇരട്ടി ശക്തിയാണെങ്കിൽ മുറിവേറ്റ മനസ്സോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണെന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധനയിൽ നിങ്ങളുടെ സങ്കടമുള്ള വിഷമങ്ങളുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ഒരു മനസ്സോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ മറക്കരുത്. ഇത് 12ാമത്തെ ദിവസമാണ്. ഈ 12ാമത്തെ ദിവസം 11ാമത്തെ ദിവസത്തേക്കാൾ ഒരു പടി കൂടെ അനുഗ്രഹവും അനുഭവവും ഉണ്ടാകുന്ന ദിവസമാകും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ചേർന്ന് പാടാം. സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷയുടെ 12ാമത്തെ ദിവസത്തെ ആരാധനയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 11 ദിവസങ്ങളിലായി നമ്മൾ സമർപ്പിച്ച നിയോഗമുണ്ട്. 33 ദിവസത്തേക്ക് നമ്മൾ മനസ്സിൽ കണ്ട പ്രാർത്ഥനയിൽ സമർപ്പിച്ച ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങളുണ്ട്. അതെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുത്ത് നമ്മളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ ആരാധനയിലും സങ്കീർത്തകൻ പറയുന്നതനുസരിച്ച് ദൈവത്തെ സ്തുതിക്കണം. 100-ാം സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നത്: കൃതജ്ഞതാഗീതത്തോടെ, കീർത്തനങ്ങളോടെ
ഗാനാലാപനത്തോടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കുടുംബമായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. നിങ്ങളെ ഈ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന് നിങ്ങളുടെ കരങ്ങളെ സാധിക്കുമെങ്കിൽ അല്പം ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നൽകിയ നന്മകളും നടത്തിയ വഴികളെല്ലാം ഓർത്ത് ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു, ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു, ദൈവകാരുണ്യത്തിന് നന്ദി പറയുന്നു, ഈ നല്ല അവസരത്തിന് നന്ദി പറയുന്നു, ഈ ഒരു ശുശ്രൂഷയോർത്ത് നന്ദി പറയുന്നു, ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത്, ഓരോ കുടുംബങ്ങളെ ഓർത്ത്, ഓരോ മാതാപിതാക്കളെ ഓർത്ത്, ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം ഇപ്പോൾ വർഷിക്കപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം ദൈവമേ. തുല്യം ചൊല്ലാൻ ആരുമില്ല അങ്ങെപ്പോലെ യേശുവേ. ചേർന്ന് പാടാമോ? തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ, സ്നേഹമേ, അങ്ങേ മാർവിൽ ചായം ഞാൻ. ചേർന്ന് പാടിക്കേ. ജീവനേ, സ്നേഹമേ, അങ്ങേ മാർവിൽ ചായുന്നു. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടുന്നു. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. വിശ്വസിച്ച് പാടി. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. അതുകൊണ്ട് ആരാധന, 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 ആരാധന. എല്ലാവരും സ്വരമുയർത്തി പാടി. ആരാധന, 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 ആരാധന. ഈ 12ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയത്തില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് നിനക്കുത്തരമരുളും, അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണയും കാണിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യും. ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഇന്നീ ഒരു വിലാപം നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഒക്കെ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദൈവം നിന്നോട് സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ. നിന്റെ വിലാപസ്വരം അവിടുന്ന് കേൾക്കും. എൻ്റെ വിലാപത്തിൻ്റെ സ്വരം മനുഷ്യർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ സഹതാപം പ്രകടിപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്ന് അവർ ചിരിക്കുമായിരിക്കും. ചിലർ പറയും,
നിനക്കത് തന്നെ വരണം, നിനക്ക് നല്ലൊരു ആവശ്യം ഇതൊക്കെ എന്നൊക്കെ ചിലപ്പോൾ വിധിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ വിലാപസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധിയുടെ സ്വരമല്ല, ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തുന്ന സ്വരമല്ല, ആ വിലാപസ്വരം കേട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് പറയുന്നു, നിന്റെ വിലാപസ്വരം ദൈവം കേൾക്കും, അവിടുന്ന് അതിന് ഉത്തരം നൽകും, നിന്നോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ കൊടുക്കാം. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വിലാപസ്വരം അങ്ങ് കേൾക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ എനിക്ക് വിലപിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മനസ്സും ഹൃദയവും കുത്തി നിറച്ച നിലയിലും അളവിലും വിലാപത്തിൻ്റെ അനുഭവങ്ങളാണ്, സങ്കടത്തിൻ്റെ അനുഭവങ്ങളാണ്. പക്ഷെ എനിക്ക് ഇന്ന് ആ ഒരു ആശ്വാസം കിട്ടിയത്, എൻ്റെ വിലാപസ്വരം ദൈവമേ നീ കേൾക്കുമെന്നും നീ എന്നോട് കരുണ കാണിക്കുമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, ഈ ഒരു ടെലിവിഷനിലൂടെ, ഷാലോൺ TV-യിലൂടെ നിങ്ങളിപ്പോൾ പങ്കെടുക്കുന്ന ഈ ആരാധന നമ്മുടെ 33 ദിവസത്തിൻ്റെ 12ാമത്തെ ദിവസമാണ്. ആ കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഇതാ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ലക്ഷക്കണക്കിന് വ്യക്തികളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ, ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. നിങ്ങളും ഈ പരിശുദ്ധ കുർബാന കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടണമേ, എൻ്റെ വിലാപസ്വരം കേട്ട് എന്നോട് ഉത്തരം നൽകണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, എൻ്റെ തലമുറയോട് കരുണ കാണിക്കണമേ, എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തോട് അങ്ങ് കരുണ കാണിക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ, എൻ്റെ നിരാശകളെ മാറ്റണമേ, എൻ്റെ അകത്തെ ശൂന്യതയെ മാറ്റണമേ, എൻ്റെ കുടുംബം സന്തോഷത്തിൽ കൊണ്ടുവരണമേ, എൻ്റെ കുടുംബമായി എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുഗ്രഹം നൽകണമേ, എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, അവരോട് കരുണ കാണിക്കണമേ, അവരോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, വിശ്വാസത്തോടെ ഒന്ന് പാടാം. കരുണ തോന്നണേ എന്നിലലിവു തോന്നണേ, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണേ, പ്രാർത്ഥിച്ച് എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണേ. ആ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് പാടിയേ. എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണേ, എൻ്റെ രോഗങ്ങൾ എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഏറ്റെടുക്കണേ. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച രണ്ട് വരികളും കരുണ തോന്നണേ എന്നിലലിവു തോന്നണേ. ഈ പാടിയത് സംഭവിക്കട്ടെ. കരുണ തോന്നണേ എന്നിലലിവു തോന്നണേ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ എന്നോട് എന്നിലലിവു തോന്നണേ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ഇന്ന് കേട്ട ആ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ വചനം എന്താ പറഞ്ഞെന്നറിയാമോ? ഏത് വിഷയത്തിലാണോ ദൈവസന്നിധിയിൽ കരയുന്നത്, അത് നിനക്കൊരത്ഭുതമായി മാറും. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും തെറ്റിപ്പോകത്തില്ല. അതിനെല്ലാം അതിശയിപ്പിക്കുന്ന റിസൾട്ടുണ്ട്. അതേതൊരു വ്യക്തിക്കും അതിശയിപ്പിക്കുന്ന
ഫലമുണ്ട്, പ്രതിഫലമുണ്ട്. അതാണ് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലും 37-ാമത്തെ അധ്യായത്തിലും കണ്ടത്. ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫ് ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറി ആടിനെ കൊന്നതിൻ്റെ ചോരയിൽ മുക്കി പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു നുണ പറയുകയാണ്. അവനെ ഏതോ കാട്ടുമൃഗം പിടിച്ചു തിന്നുപോയി, ഇതവൻ്റെ വസ്ത്രമാണോ എന്ന് നോക്ക്. പ്രായമായ മനുഷ്യൻ ആ വസ്ത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ ഇതെൻ്റെ മകൻ്റെ തന്നെ എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കി ഇങ്ങനെ ആ പിതാവ് ഹൃദയത്തിൽ നിന്നിങ്ങനെ കരഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു, എൻ്റെ മകനെ ഏതോ കാട്ടുമൃഗം വലിച്ച് ചീന്തി കൊന്നു കാണും, ദൈവമേ കഷ്ടമായല്ലോ എന്നും പറഞ്ഞ് ആ വേദനയുടെ നിറവിൽ സ്വന്തം വസ്ത്രം വലിച്ചു കീറി. എന്നിട്ട് ആ വസ്ത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം കേട്ട വചനം എന്നാണെന്നറിയാമോ? നിന്റെ വിലാപസ്വരം ദൈവം കേട്ട് നിനക്ക് മറുപടി തരും, കരുണ കാണിക്കുമെന്നാണെങ്കിൽ, ഇതാ ദൈവസന്നദ്ധിയിൽ ഞാൻ ഈ കരച്ചിലിനെ കാണുന്നത് ആ പിതാവ് ദൈവസന്നദ്ധിയിൽ കണ്ണുനീരൊഴുക്കി കരഞ്ഞൊരു വിലാപമാണ്. വായിച്ചു നോക്ക് 45-ാം അധ്യായം. കേട്ടില്ലേ? ആ മനുഷ്യൻ്റെ കണ്ണുനീരിന് കിട്ടിയ അതിശയിപ്പിക്കുന്ന മറുപടിയാണ് ഈ മനുഷ്യൻ ജോസഫ് വർഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറി. വചനം പറഞ്ഞത് സത്യമല്ലേ? ഏത് വിഷയത്തിലാണോ നീ കരയുന്നത്, ദൈവസന്നദ്ധിയിൽ കരയുന്നത്, അത് നിനക്ക് അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവന്നു തരും. വേദനയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കില്ല. നിന്റെ കണ്ണുനീരിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെയുള്ളവരും ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കും. കണ്ടില്ല എന്ന വാക്കിന് നടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടു പക്ഷെ കണ്ടില്ലാത്ത പോലെ, അതാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല, നിന്റെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് നടിക്കില്ല. അതിനുശേഷം ഈ പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മകനെ കാണാൻ ഞാൻ പാതാളത്തിൽ ഇറങ്ങിച്ചെല്ലും. അങ്ങനെയൊക്കെ ആ വിഷമത്തിൻ്റെ പുറത്ത് ഈ അപ്പൻ കരഞ്ഞു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി നിൽക്കുമ്പോൾ അപ്പൻ്റെയും സഹോദരന്മാരുടെയും മുമ്പിൽ തന്നെ വെളിപ്പെടുത്തിയ സമയത്ത് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി. തൊട്ടടുത്തുള്ള കൊട്ടാരത്തിൻ്റെ മുറികളിലുള്ളവർ പോലും ഈ കരച്ചിൽ എന്ത് എന്ന് അന്വേഷിച്ചു. അവർ ചോദിച്ചു, ജോസഫ് എന്തിനാണ് ഇത്രയും ഉച്ചത്തിൽ കരഞ്ഞത്? തൊട്ടടുത്തുള്ള ആളുകൾ താമസിക്കുന്നവർ വരെ കേട്ടുപോയി. ആ കരഞ്ഞത് കിണറ്റിൽ നിന്നല്ല, പൊട്ടക്കിണറ്റിൽ നിന്നല്ല കരഞ്ഞത്, ഭരണാധികാരിയുടെ കസേരയിൽ ഇരുന്നാണ്. അതാണ് ഒരു അപ്പൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ആ മകൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിശയിപ്പിക്കുന്നൊരു നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത്, ആ മകൻ നഷ്ടപ്പെട്ടു പോയില്ല. ആരെ ഓർത്താണോ ഈ അപ്പൻ വിലപിച്ചത്, ആ മകൻ എവിടെയും പട്ടുപോയില്ല, എവിടെയും പെട്ടുപോയില്ല, എവിടെയും നശിച്ചു പോയില്ല. നിങ്ങൾ എന്തിനെ ഓർത്തെങ്കിലും ദൈവസന്നദ്ധിയിൽ ഇപ്പോൾ കരയുന്നവരാണോ? വീടിനെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, നഷ്ടപ്പെട്ട പലതിനെ ഓർത്ത്. നഷ്ടപ്പെട്ട പലതുകൊണ്ട് ഈ പിതാവിന് നഷ്ടപ്പെട്ടത് ഒരു മകനായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ജീവിതത്തിൽ അതുപോലെ വിലയുള്ള പലതുമാണ്. ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പലതും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ കരയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ അതിന് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്നൊരു മറുപടി ദൈവം അവിടെ കൊണ്ടുവരും. അതിശയിപ്പിക്കുന്ന റിസൾട്ട് ദൈവം അവിടെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനെ ഓർത്താ കാര്യം? അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ ഗുരു നിന്നിൽ നിന്ന് പലരും മറയും. സങ്കടം വരുമ്പം പലരും മറഞ്ഞങ്ങ് പോകും. ദൈവം മറഞ്ഞു പോകില്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിച്ച് ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഈ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ, ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾക്കും അത്ഭുത സഹായത്തിനും ഇടയാവുകയാണ്. കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുനീരും ദൈവസന്നിധിയിലേക്ക് കൊടുത്ത്, ഒരപ്പൻ
തൻ്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരഞ്ഞതുപോലെ, വിലപിച്ചതുപോലെ ഇന്ന് കർത്താവേ, ഈ 33 ദിവസത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈ വിഷയത്തിന് വേണ്ടി, ഈ നിയോഗത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ വിലപിക്കുന്നു, ദൈവസന്നിധിയിൽ ഞങ്ങൾ കരയുന്നു. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളെ ദൈവത്തിന്റെ കണ്ണുകൾ കാണുന്നു. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ ആരാധന. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. പിന്നെയോ കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരിക്കൽ കൂടി ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുത്, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നിങ്ങൾ സമർപ്പിച്ച നിന്റെ കൂടെയില്ലേ. ആ നിയോഗങ്ങളെല്ലാം ഒന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് കൊടുക്കുക. പരിശുദ്ധ കുർബാനയിലേക്ക് ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ സഹായത്തിനായി അത് കൊടുക്കുക. 33 ദിവസം സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച്, ഇന്ന് ഏത് വിഷയത്തിനാണ് നീ കരയുന്നത്? ഏത് കാര്യമാണ് നിന്നെ ഒത്തിരി കരയിപ്പിച്ചത്? ഏത് വിഷയത്തിലാണ് നീ മനം തകർന്നു പോയത്? എവിടെയാണ് നീ വല്ലാതെ സങ്കടപ്പെടുന്നത്? ആ വിഷയത്തെ ഓർത്ത്, ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആ വിഷയത്തെ ഓർത്ത് നിനക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഈ ഭാഗത്ത് കണ്ട ഈ ഒരപ്പനെ നഷ്ടപ്പെട്ടു പോയതൊരു മകനായിരുന്നു. ആ വിഷയത്തെ ഓർത്ത് ആ അപ്പൻ കരഞ്ഞത്, വിലപിച്ചത്. നിങ്ങളും നഷ്ടപ്പെട്ട ഏത് കാര്യമാകട്ടെ, കുടുംബജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്. എന്തിനു പറയണം, ഒരു നല്ല സമാധാനം, സ്വസ്ഥത പോലുമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. എനിക്കെൻ്റെ വീട്ടിൽ തന്നെ പോകാൻ ഇഷ്ടമില്ല, എൻ്റെ വീട് ഒരു നരകമാണ്, അങ്ങോട്ടെനിക്ക് പോകാൻ താല്പര്യമില്ല, എന്തോ ഒരു സമാധാനമില്ലാത്ത പോലെ. പലതും നഷ്ടപ്പെട്ടവരാണ്. ഭാവി നഷ്ടപ്പെട്ടവരുണ്ട്, ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടവരുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടെ ആരംഭിച്ചത് പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇപ്പോൾ പാടിയ പാട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. നീ ഒരിക്കലും കരയൊന്നും വേണ്ട, നീ ഒട്ടും കരയൊന്നും വേണ്ട. ദൈവം നിനക്ക് നഷ്ടപ്പെട്ടത് അതിശയിപ്പിക്കുന്ന നിലയിലും അതിശയിപ്പിക്കുന്ന രീതിയിലും അത് തിരിച്ചു തരും, അത് തിരിച്ചു തരും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അധരം ചലിപ്പിച്ച് ഹൃദയത്തിൽ നിന്നത് പാടണം. ഈ പാട്ട് കേവലം ഒരു പാട്ട് മാത്രമല്ല, മനോഹരമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ
സമാപന സമയം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഭവനത്തെ ഈശോ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഈശോ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കുടുംബ സാഹചര്യത്തെ ഈശോ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, നിങ്ങളുടെ തന്നെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ, നിയോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. കർത്താവേ, എൻ്റെ കണ്ണുനീരുകളെ അനുഗ്രഹമാക്കണമേ. ഈ പ്രാർത്ഥന 33 തവണ ആവർത്തിച്ച് ചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.